വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാൽവിസ്നി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇവർക്ക് ശേഷം ഞാനങ്ങനെ ഇത്രയും വെളുത്തു എന്നുള്ള സീക്രട്ടിനെ റിവീൽ ചെയ്യാനാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ പുതുതായിട്ടാണ് കാണുന്നെങ്കിൽ നമസ്കാരം. എൻ്റെ പേര് സോണി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെലൈക്കണും കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ ഇത്തിരി വെളുത്തിട്ട് തന്നെയാണ് വരുന്നത്, കറുത്തിട്ടല്ല, അത് ഞാൻ പറയാം. പക്ഷേ എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ നന്നായിട്ട് കറുത്തു, ഒരുമാതിരി തടിച്ചു എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാം. നന്നായിട്ട് തടിച്ചിട്ട് കറുത്ത് മൂക്കും നമ്മുടെ കഴുത്തും ഒക്കെ നന്നായിട്ട് കറുത്ത് ഒരുമാതിരി പ്രാകൃതം പിടിച്ച രൂപമായിരുന്നു എന്നെ കാണാൻ. എനിക്ക് തന്നെ എന്നെ ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഒരു സീക്രട്ട് റെമഡി എന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പർട്ടിക്കുലർ കുറച്ച് നാൾ 3 മാസത്തോളം, അത്രയും നമുക്ക് 3 മാസത്തോളം നോർമൽ ഡെലിവറിക്കാർക്ക് ഒരു പ്രത്യേക ഒരു ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഡെലിവറി പ്രഗ്നൻസി സ്റ്റോറി അറിയണമെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഞാനൊരു വീഡിയോയിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ആ 3 മാസ കാലയളവിൽ നമ്മുടെ കുളിപ്പിക്കലും നമ്മുടെ കാര്യങ്ങളും ഭക്ഷണ രീതിയൊക്കെ നല്ല വ്യത്യസ്തമായിരിക്കും. പിന്നെ ചെയ്ത എൻ്റെ ഹെയർ കെയറിനും എൻ്റെ സ്കിൻ കെയറിനും വേണ്ടി ചെയ്ത കുറച്ച് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതെൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ട് റെമഡിയാണ്. അതായത് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഒരു സീക്രട്ട് റെമഡിയാണ്. 2 ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സീക്രട്ട് റെമഡി ഉണ്ടാക്കുന്നത്. 100% ജെനുവിൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണിത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ചേച്ചിക്കും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിക്കും നല്ല റിസൾട്ട് ഉണ്ട്. 1 വീക്കിൽ തന്നെ നമുക്ക് റിസൾട്ട് ഇതിന് കാണാൻ പറ്റും. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു റെമഡി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞ രക്തചന്ദന ചൂർണ്ണമാണ്. ഇത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ഓർഗാനിക് ആയിട്ടാണ് വേണ്ടതെങ്കിൽ, എത്രത്തോളം ഓർഗാനിക്കാണെന്ന് എനിക്കറിയില്ല, ഓർഗാനിക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിച്ചാൽ മതി. ഇതിന് 40 രൂപയാണ് വില. ഒരു പച്ചമരുന്ന് കടയിൽ നിന്ന് അതിൻ്റെ ഒരു കഷ്ണമായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് പാലിൽ അരച്ചെടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞ ഒരു ബൗളിൽ ഒരല്പം രക്തചന്ദനത്തിൻ്റെ പൊടി എടുത്തിട്ട് റോ മിൽക്കുമായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റോ മിൽക്ക് എന്ന് പറഞ്ഞാൽ കാച്ചാത്ത പശുവിൻ്റെ പാല് കൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ചൊരു കഷ്ണമാണെങ്കിൽ നമ്മൾ പാലിൽ മുക്കി ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് ആ ഒരു രക്തചന്ദനത്തിൻ്റെ ഫോം കിട്ടും. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഫുൾ ബോഡിയിൽ അല്ലെങ്കിൽ ഫേസിൽ ഒക്കെ നമുക്ക് ആവശ്യമുള്ള ഏരിയയിലൊക്കെ നമുക്കിത് ഡാർക്ക് മാർക്കുള്ള അല്ലെങ്കിൽ കരിമംഗല്യം, അങ്ങനെ കറുത്ത പാടുകൾ, അങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അത് കൂടാണ്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇത് രക്തചന്ദനം ചെയ്താൽ മതിയാവും. അല്ലാണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുപയർ പൊടി, കടലമാവ്, മഞ്ഞൾപ്പൊടി, കസ്തൂരി മഞ്ഞൾപ്പൊടി, ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് ശരീരത്തിൽ ഫുള്ളും അല്ലെങ്കിൽ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഫുൾ ഫേസിൽ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുവാണ് ഇപ്പോൾ. ഇത് കൂടാണ്ട് നമ്മുടെ ഫേസിലും നമ്മുടെ ബോഡിയിലും നാൽപ്പാമരാതി തൈലം അല്ലെങ്കിൽ നാൽപ്പാമരാതി എളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫുൾ നമ്മുടെ ബോഡീനെ ലൈറ്റൻ ചെയ്യിക്കാനും ആ ഒരു എണ്ണ യൂസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ്. എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഫുൾ ഫേസിൽ ഞാനിത് അപ്ലൈ ചെയ്യുവാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ബോഡിയിലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഇതിന് ഒരു തരി ആയിട്ടുള്ളൊരു ഫീലാണ് ഈ ഒരു പൗഡറിനുള്ളത്. അപ്പോൾ 20 മിനിറ്റ്സിന് ശേഷം ഇത് കഴുകിക്കളയുന്ന അവസരത്തിൽ നമ്മളൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് നമുക്ക് മിനിമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെമഡി എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് അപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സിന് ശേഷം ഞാൻ കഴുകിക്കളഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുകിക്കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ എൻ്റെ ഫേസിൽ ഇൻസ്റ്റൻറ്റ് ഒരു ഫെയർനെസ്, ഒരു ഗ്ലോ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മുഖം വെളുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് വലിയ ബെല്ലൈക്കൺ കൂടെ വരും, അതുപോലെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.